ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എക്സലന്റ് അക്കാഡമിക്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ വംശം എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ടേമിലെ പോർഷനാണ്. വംശം എന്ന് പറയുന്നത് നമ്മുടെ വിജയലക്ഷ്മി ടീച്ചറിൻ്റെ ഒരു കവിതയാണ്. ഉറുമ്പുകളെ പറ്റിയിട്ട് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു കവിതയാണ്. മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ വളരെ നിസ്സാരമായിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരു കവിതയാണ്. വിജയലക്ഷ്മി ടീച്ചറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വിജയലക്ഷ്മി ടീച്ചർ എന്ന് പറയുന്ന. വിജയലക്ഷ്മി ടീച്ചറിൻ്റെ കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമുക്ക് നേരെ കവിതയിലേക്ക് പോവാം. അപ്പം നമ്മുടെ കവിതയിൽ വിജയലക്ഷ്മി ടീച്ചർ പറയുന്നത് ഒരു പെണ്ണുറുമ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതൊരു ഉറുമ്പെന്ന് പറയുന്ന ഈ കവിതയിലെ ഉറുമ്പെന്ന് പറയുന്നത് ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. അപ്പം ഈ ഉറുമ്പ് എങ്ങനെ വരിക? പാരം വിശപ്പാൽ കുഴങ്ങുമുറമ്പൊരു പ്രാതലിനെത്തി അടുപ്പുമുക്കിൽ. എന്താണ് പാരം? ഭയങ്കരമായിട്ട് വിശപ്പാൽ കുഴങ്ങുമുറമ്പൊന്നു, ഭയങ്കര വിശന്ന് വലഞ്ഞു വരുന്ന ഒരു ഉറുമ്പ് എവിടെ എത്തിയിരിക്കുകയാണ്? പ്രാതലിന് വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് അടുപ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആര്? നമ്മുടെ ഈ ഉറുമ്പ്, കുഞ്ഞുറുമ്പ്. മനസ്സിലായോ? നമ്മുടെ ഈ പെൺകുട്ടിയാണ്, അതൊരു സ്ത്രീയാണ്. പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി ഊവുപോൽ കൊമ്പിലെടുത്തുയർത്തി. അതായത് എന്താണ്? നമ്മളിങ്ങനെ നമ്മുടെ കവിയത്രി ഇങ്ങനെ തേങ്ങ ചിരകുമല്ലോ, തേങ്ങ ഇങ്ങനെ ചിരകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ 4 സൈഡിലും തേങ്ങാത്തരി തെറിച്ച് വീഴാറുണ്ടല്ലേ? അപ്പം അങ്ങനെ തെറിച്ച് വീഴുന്ന ആ തേങ്ങാത്തരീനെ എടുത്ത് എന്ത് ചെയ്യാണ്? പൂവ് പോലെ അതിൻ്റെ കൊമ്പിൽ, നമുക്കറിയാം ഉറുമ്പിൻ്റെ തലയിൽ 2 കൊമ്പുകളുണ്ടല്ലേ? അപ്പം അതിൻ്റെ മണ്ടയിൽ എന്ത് ചെയ്യാണ്? ഈ ഒരു തേങ്ങാത്തരി, തെറിച്ച് വീണ തേങ്ങാത്തരി ഇങ്ങനെ പൂവ് പോലെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ടോ പോവുകയാ 6 കാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്കുകൂട്ടി. അല്ലേ? അതെങ്ങനെ പോവാണ്? ഈ തെറിച്ചു വീണ തേങ്ങാത്തരീനെ എടുത്ത് ഇങ്ങനെ പൂ പോലെ തലയിൽ വെച്ചിട്ട് അതിങ്ങനെ പതിയെ പോവാണോ? അല്ല, ധൃതി കൂട്ടി പോവാണ് അല്ലേ? ഇങ്ങനെ താളത്തിൽ അതിൻ്റെ 6 കാലുകൾ ഇങ്ങനെ വെച്ച് 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 അതിങ്ങനെ താളത്തിൽ തിരക്ക് കൂട്ടി പോവാണ്, വേഗത്തിൽ പോവാണ്. എങ്ങോട്ടാ പോണേന്നറിയോ? അങ്ങനെ ഈ ഒരു സാധനം എടുത്തു വെച്ചുകൊണ്ട് അത് എങ്ങോട്ടാ പോണേ? പെരുമഴക്കാലത്ത് സ്വാദുവാമീ തരി സോദരർക്കൊത്ത് ആസ്വദിക്കനല്ലോ. അതായത് പെരുമഴക്കാലം ആവുമല്ലോ, മഴക്കാലം ആവുന്ന സമയത്ത് ഉറുമ്പുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? പുറത്തിറങ്ങാനൊന്നും പറ്റില്ലടാ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ നല്ല വെയിലുള്ള സമയത്ത് ഈ ഒരു കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കും അല്ലെ? നമ്മളൊക്കെ എങ്ങനെയാ? ഒരു സാധനം കിട്ടിയാൽ അപ്പം തന്നെ തിന്ന് തീർക്കും, ആർക്കും വേണോന്ന് പോലും ചോദിക്കില്ല അല്ലെ? അങ്ങനെയുള്ളവരായിരിക്കും പലരും. എല്ലാവരും അങ്ങനെയല്ല, നല്ല മക്കളുകളും ഉണ്ട്, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ ഈ ഉറുമ്പുകൾ എന്താ ചെയ്യുക? അവർ നല്ല കാലത്ത്, നല്ല വെയിലൊക്കെ ഉള്ള, അവർക്ക് അധ്വാനിക്കാൻ പറ്റുന്ന കാലത്ത് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടുവയ്ക്കും. എന്തിനു വേണ്ടിയാ? പെരുമഴക്കാലം വരുമല്ലോ, ഭയങ്കരമായ മഴക്കാലം വരുന്ന സമയത്ത് സ്വാദോടുകൂടി, അല്ലെ നല്ല ടേസ്റ്റോടുകൂടി അവർ സ്വാധരർ എന്ന് വെച്ചാൽ എന്താണ്? സുഹൃത്തുക്കൾ അല്ലെ? അവരുടെ ഫ്രണ്ട്സുമായിട്ടിരുന്ന്, അവരുടെ എല്ലാ ഒരു അടുത്ത റിലേറ്റീവ്സൊക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ധൃതി കൂട്ടി പോണത്. മനസ്സിലായോ? ഇങ്ങനെ അടുക്കളയുടെ അല്ലെങ്കിൽ ആ ഒരു അടുപ്പിൻ്റെ, പാതകം എന്ന് വെച്ചാൽ അടുപ്പെന്നാണ് കേട്ടോ. പാതകത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ആ തേങ്ങാ മുറി എടുത്തുകൊണ്ട് ഈ ധൃതിയിൽ പോകുന്നത് എവിടെയൊക്കെ വേണ്ടിയിട്ടാണ്? അതിൻ്റെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനാ. എന്തിനു വേണ്ടിയിട്ടാ? പെരുമഴക്കാലത്ത് അവരുടെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ. മനസ്സിലായില്ലേടാ? സിമ്പിളാണ് ഈ വരികളുടെ അർത്ഥം. അടുത്ത വരി നോക്കിയേ മക്കളെ. എണ്ണമിനുങ്ങുന്ന മുഖത്തെന്ത് ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. എണ്ണമിനുങ്ങുന്ന, അതായത് എന്താണ്? നല്ല കറുത്ത ഉറുമ്പാണെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല കറുമ്പിയായിട്ടുള്ള ഉറുമ്പാണ് ഇവിടെ. പെണ്ണുറുമ്പാണ്, കറുപ്പാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ എണ്ണ മിനുങ്ങി ഇരിക്കുന്ന നല്ല ഗ്ലോയി ആയിട്ടുള്ള ഈ മുഖത്ത് എന്ത് ഗൗരവമാണ്. ആ സാധനം എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര ഗൗരവം അല്ലേ? ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടാ പോകുന്നത്. അത് നമ്മുടെ ഈ ഉറുമ്പ്, കറുത്ത സുന്ദരി ഉറുമ്പ് ഇങ്ങനെ പോവാണ്. അപ്പം നമ്മുടെ കവയത്രി വിജയലക്ഷ്മി ടീച്ചർ ഇങ്ങനെ നോക്കുകയാണ്. ഇത്തിരി പോണ ആ ഒരു ഉറുമ്പിന് എന്ത് ഗൗരവമാണ് അല്ലേ? എള്ളുടൽക്ക് എന്തൊരു സൗകുമാര്യം. എള്ളെന്നത് നമുക്കറിയാലോ, ഒരു കറുത്ത സാധനമാണ്. നമ്മൾ തിന്നാനൊക്കെ അല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എള്ള്. അപ്പോൾ എള്ള് പോലെ എന്തൊരു ഉടല, നല്ല മനോഹരമായിട്ടുള്ള ഉടലാണ്, ബോഡിയാണ് ആർക്കുള്ളത്? നമ്മുടെ ഈ കറുത്ത കറുമ്പിയായിട്ടുള്ള നമ്മുടെ ഈ ഉറുമ്പിനുള്ളത്. ആ ബോഡി കാണാൻ തന്നെ എന്തൊരു സൗകുമാര്യമാണ്, എന്തൊരു ഭംഗിയാണ്.
ഇത്തിരി പോന്നൊരിടുപ്പിതൻ ചാരുത മറ്റാർക്കുമില്ലെന്നു കണ്ടതുള്ളൂ. എന്താണ്? ഇത്തിരി പോണ ഉറുമ്പാണല്ലേ. ഇത്ര നമ്മൾ വളരെ ചെറുതാണ് ഈ ഉറുമ്പെന്ന് പറയുന്നത്. അത്രയും ചെറിയ ഉറുമ്പിന് ഉള്ള ആ ഒരു ഇടുപ്പിന്റെ ചാരുത. ഇടുപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹിപ്പ് റീജിയൻ അല്ലേ, വയറിൻ്റെ നമ്മുടെ അടിവയറൊക്കെ വരുന്ന നമ്മുടെ അരക്കെട്ടെന്നൊക്കെ പറയും അല്ലേ, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ല മെലിഞ്ഞ് നല്ല ഉള്ള ബോഡി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല അടിപൊളി ബോഡിയാണ് ആർക്കുള്ളത്? നമ്മുടെ ഈ കറുമ്പി പെണ്ണിനുള്ളത് അല്ലേ. ആ കറുമ്പി പെണ്ണിൻ്റെ ആ ഇടുപ്പ് കാണാൻ തന്നെ എന്തൊരു ചാരുതയാണ്, എന്തൊരു ഭംഗിയാണ്. മറ്റാർക്കും ഇല്ല ഇങ്ങനെ ഒരു ഭംഗി, മറ്റാർക്കും ഇങ്ങനെ ഒരു നല്ലൊരു ബോഡി നമ്മുടെ ടീച്ചർ, നമ്മുടെ കവയത്രി കണ്ടിട്ടേ ഇല്ല എന്നാ പറയുന്നേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉറുമ്പിന്റെ ശരീരം കണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന കവിയത്രി ചോദിക്കുകയാണ്, എന്താണ്? ഇത്ര ഒതുങ്ങിയത് നിന്റെ അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നോ? അതായത് നമ്മളെ ഉറുമ്പ് ഏത് സമയവും നമുക്കറിയാലോ ഇങ്ങനെ ഓടി ഓടി നടക്കും. അപ്പൊ ഇത്രയ്ക്ക് നീ അധ്വാനിക്കുന്നത് കൊണ്ടാണോ നിന്റെ ശരീരം ഇത്രയും ഒതുങ്ങി നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ട് നല്ല ആയിട്ട് ഇരിക്കുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. വണ്ണം വെച്ചിരിക്കുന്നതും മെലിഞ്ഞിരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളുടെ സൗന്ദര്യമാണ്. രണ്ടു കൂട്ടർക്കും എന്തുണ്ട്? സൗന്ദര്യമുണ്ട്. പക്ഷെ നമ്മുടെ കവയത്രി ഇവിടെ പറയുന്നത് മെലിഞ്ഞിരിക്കുന്ന ശരീരത്തിനാണ് ഭംഗി. അത് നമ്മുടെ കവയത്രിയുടെ കാഴ്ചപ്പാടാണ് കേട്ടോ, അതൊരിക്കലും ശരി എന്നുള്ളതല്ല. എന്നിരുന്നാലും ശരി, ഇത്രയും ഒതുങ്ങിയ ശരീരം കിട്ടിയ നമ്മുടെ ഉറുമ്പ് എന്താണ്? അത്രയ്ക്കും അധ്വാനശീലം ഉള്ളത് കൊണ്ടാണോ നിന്റെ ശരീരം ഇങ്ങനെ ഒതുങ്ങിയത്, അതോ നിന്റെ നൃത്ത ചുവടുകൾ കൊണ്ടായിരുന്നു? നമ്മുടെ ഉറുമ്പിങ്ങനെ അനങ്ങി ഇങ്ങനെ പോകുന്നതിനല്ലേ, ഇങ്ങനെ ഡാൻസ് കളിച്ച പോലെ പോകുന്നതിനെയാണ് എന്ത് പറയുക? നൃത്ത ചുവടുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ആട്ടി ആട്ടി പോകുമല്ലോ നമ്മുടെ ഉറുമ്പുകൾ ഇങ്ങനെ ശരീരമൊക്കെ, അപ്പോൾ അതിനെയാണ് നൃത്ത ചുവടുകൾ എന്നുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ാണോ നിന്റെ ശരീരം എന്ത് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ സുന്ദരമായിട്ട് വടിവൊത്തതായിട്ടിരിക്കുന്നത് എന്ന് നമ്മുടെ കവയത്രി ചോദിക്കുകയാണ്. ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പൂ. എന്താണ് ദാരു എന്ന് വെച്ചാൽ? എന്താണ്? മരങ്ങൾ അല്ലെ. ഈ ഒരു നിന്റെ ഈ ഒരു ശരീരത്തിന്റെ ഭംഗി, നിന്റെ ആ വടിവൊത്ത ശരീരം ഒരു ചിത്രം പോലെ ഒരു തടിയിൽ, ദാരു മീൻസ് തടി, നമ്മുടെ വുഡ് അല്ലെ, അതിനെയാ പറയണേ. അപ്പോൾ അതിലിങ്ങനെ കൊത്തി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ നിന്റെ ഭംഗിയുള്ള ശരീരം എന്ത് ചെയ്തേക്കാണ്? ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു ശരീരം എനിക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ മോഹിച്ച് ദാഹിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത വരികൾ നോക്കിയ മക്കളെ. രാവു പകൽ സന്ധ്യയുഷസ്സുമില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ, നിന്നെ തുടച്ചു നീക്കുന്നത് പാവമെന്നോർത്ത് മടിച്ചു നിൽപ്പൂ. നമ്മുടെ കവയത്രി രാവിലെ ഇങ്ങനെ ജോലി ചെയ്യാനായിട്ടൊക്കെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത് അല്ലേ. ഒരു വിശന്ന് വരുന്ന ഒരു ഉറുമ്പ് എന്ത് ചെയ്യാണ്? ആഹാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണുന്നത്. അപ്പോൾ ഉറുമ്പെന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളായിട്ട് വരില്ലേ, ഒരു വരി കൂട്ടമായിട്ടാണ് അവർ വരിക അല്ലേ. ഭയങ്കര എന്താ പറയുക, ഐക്യമുള്ള ആൾക്കാരാണ്, വംശമാണ്. അതാണ് പറയുക, വംശം എന്ന തലക്കെട്ടിന്റെ കാര്യം തന്നെ അത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരായിട്ട് അവരിങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഈ രാവെന്നില്ല, രാവിലെയെന്നില്ല, പകലെന്നില്ല അല്ലേ, സന്ധ്യയില്ല, ഉഷസ്സില്ല, ഒന്നുമില്ല അവർക്ക്. ഒരു രാപ്പകലില്ലാണ്ട് ഇങ്ങനെ അധ്വാനിക്കുകയാണ്, വേല ചെയ്ത് മരിക്കുകയാണ് അവര് അല്ലേ. അങ്ങനെ അധ്വാനിക്കുന്ന പാവമേ, നിന്നെ തുടച്ചു നീക്കി കളയാൻ. ഇങ്ങനെ നമ്മൾ ഉറുമ്പ് വരുമ്പോൾ എന്താ ചെയ്യുക? നമ്മളൊന്നെങ്കിൽ തുടച്ചു കളയും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉറുമ്പിനെ കൊല്ലാനുള്ള പൊടികളൊക്കെ കൊണ്ടിട്ട് കൊടുക്കും അല്ലേ. നമ്മളങ്ങനെ അത്രയും ദുഷ്ടരാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോലും, നിന്നെ തുടച്ചു നീക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ തുടച്ചു നീക്കുന്നത് അത്രയും പാവമെന്നോർത്ത് ഞാൻ മടിച്ചു നിൽക്കുകയാണ് എന്ന് കവയത്രി പറയാണ്. മനസ്സിലായോ? അതായത് എന്താ മക്കളെ പറയാ, രാവിലെ ഇങ്ങനെ നിൽക്കുന്ന കവയത്രി ഈ ഉറുമ്പുകളുടെ ഈ രാപ്പകലില്ലാത്ത അധ്വാനം കാണുകയാണ്. അപ്പൊ ഈ പാവങ്ങളോട് പറയാണ്, ഇങ്ങനെ രാപ്പകലില്ലാതെ അധ്വാനിച്ച് മരിക്കുന്ന ഈ പാവങ്ങളെ തുടച്ചു നീക്കുന്നതിന് ഭയങ്കര മടി തോന്നുകയാണ് എനിക്ക് എന്നാണ് നമ്മുടെ കവയത്രി ഇവിടെ പറയുക. അപ്പൊ നമ്മുടെ ഉറുമ്പുകളുടെ സൗന്ദര്യം ഇങ്ങനെ നമ്മുടെ കവയത്രി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഇങ്ങനെ അവരുടെ അധ്വാനവും അവരുടെ ശരീരവും
എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉറുമ്പുകൾ എന്താണ്, രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അവരവരുടെ ജോലി വന്നു, അവരുടെ ആഹാര പദാർത്ഥം എടുത്ത് തിരിച്ചവർക്ക് പോകണം. അപ്പം അടുത്ത വരികളിൽ പറയുന്നതാണ്, നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നിലെ കാട് ചുറ്റി. എന്താണ്, പതുക്കെ ഈ ആഹാരമൊക്കെ എടുത്തുകൊണ്ട്, തേങ്ങാമുറി എടുത്തുകൊണ്ട് പതിയെ എന്ത് ചെയ്യാണ്, ജനലൊക്കെ കടന്ന് മുറ്റത്തെത്തി. മുറ്റത്ത് എന്തുണ്ട്, പൂവാങ്കുരുന്നില ഉണ്ട്. അതായത് ഒരു ടൈപ്പ് ഓഫ് ഇലയാണ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലത്തെ ഒരു ഇലയാണ്. അതിൻ്റെ ചൂട് പറ്റി അതിനെയൊക്കെ ഇങ്ങനെ കടന്ന് വൻ മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ തോട് ചുറ്റി. അല്ലേ, വെള്ളാരം കല്ലെന്ന് പറയുന്നത് നല്ല വെളുത്ത കല്ലുകളാണ്. ആ കുറച്ച് കല്ലുകൾ ഇങ്ങനെ കിടന്ന് തന്നെ നമ്മുടെ ഉറുമ്പിന് അതൊരു വലിയ മലയാണ്. അല്ലേ, കാരണം ഉറുമ്പെന്ന് പറയുന്നത് ഇത്തിരി പോണതാണ്. അപ്പം അത്രയും ചെറിയ ഉറുമ്പിന് ഒരു 2-3 കല്ലിങ്ങനെ അടുങ്ങിയിരുന്നാൽ തന്നെ അതൊരു മലയാണ്. അല്ലേ, അപ്പൊ അത്രയും അതിൻ്റെ വഴിമുടക്കാൻ നിൽക്കുന്ന ഈ വഴിമുടക്കാൻ നിൽക്കുന്ന വെള്ളാരം കല്ലിനെ ഒക്കെ മറികടന്ന് നീല കീഴാനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി ആകെ തിരക്കിട്ട് അകത്തേക്ക് പോവുകയാണ് ആയാസമില്ല ചുമട്ടുകാരി. നമ്മുടെ ഉറുമ്പിനെ എന്തെന്നാ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ചുമട്ടുകാരി. അല്ലെ, ഇങ്ങനെ രാപ്പകലില്ലാണ്ട് അധ്വാനിക്കുന്ന ചുമട്ടുകാരിയാണ് ഉറുമ്പെന്നാ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ഉറുമ്പ് എങ്ങനെ പോവാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനലൊക്കെ കടന്ന് പൂവാം കുരുന്നിലയൊക്കെ കടന്ന് അതിൻ്റെ വഴിമുടക്കി നിൽക്കുന്ന നമ്മുടെ വെള്ളാരം കല്ലിനെയും കടന്ന് അതുപോലെ തന്നെ എന്താണ്, കീഴാർനെല്ലി. അല്ലേ, കീഴാർനെല്ലി എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ഇലയാണ്. അപ്പം കീഴാർനെല്ലിയുടെയും മുക്കുറ്റിപ്പൂവിൻ്റെയും അതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ മൂലയ്ക്കായിട്ടാണ് ആര് കാണുന്നത്, നമ്മുടെ ഉറുമ്പിൻ്റെ വീട്. അതായത് മൺകൂന. അല്ലെ, ഇങ്ങനെ മണ്ണ് കൊണ്ട് കൂട്ടിയിരിക്കുന്ന ഒരു കൂന പോലെ, ഇങ്ങനെ എന്താ പറയുക, ഒരു മല പോലെ, അതിനൊരു മലയാണത്. അപ്പം അങ്ങനെ ഒരു കൂന, മൺകൂന കെട്ടി അതിൻ്റെ കോട്ടയെന്നാണ് പറയുന്നത്. അല്ലെ, ഉറുമ്പിൻ്റെ കോട്ട കെട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് തിരക്കിട്ട് ഓടി പോവുകയാണ് നമ്മുടെ ആര്, ഈ ആയാസമില്ലാത്ത ചുമട്ടുകാരിയായ നമ്മുടെ ഉറുമ്പ്. മനസ്സിലായോടാ, അത്രയും എന്താണ് അധ്വാനിക്കുന്ന ആളാണ് നമ്മുടെ ഉറുമ്പ് എന്നാണ് നമ്മുടെ കവയിത്രിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഉറുമ്പുകളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നമ്മുടെ കവയിത്രിയുടെ തോന്നലുകളാണ്. അല്ലെ, ഉറുമ്പ് അല്ലെങ്കിൽ വംശം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള പാഠമാണ് മക്കളെ, ഒന്നുമില്ല പഠിക്കാനായിട്ട്. നമുക്ക് വരികൾ വായിച്ചാൽ തന്നെ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ തന്നെ വളരെ എളുപ്പമാണ്. അല്ലേ, ഉറുമ്പുകളുടെ അധ്വാനശീലം. അല്ലേ, ഒരു കുഞ്ഞു സാധനം കിട്ടിയാൽ പോലും അത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. ഇതൊക്കെ നമ്മുടെ മനുഷ്യരിൽ നിന്ന് ഇപ്പം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടറാണ്, സ്വഭാവങ്ങളാണ്. അല്ലേ, അപ്പം അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ എന്താണ്, വലിയൊരു സാധനമാണ് ഒരു പഞ്ചസാരയുടെ കഷ്ണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. അപ്പം അത് ഒറ്റയ്ക്ക് പൊങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടത്തോടെ വന്ന് അതിനെ പൊക്കിക്കൊണ്ട് പോവുക. അങ്ങനെ ഒരു യൂണിറ്റി എന്ന് പറയുന്ന, അല്ലെ, ഒരു ഐക്യം എന്ന് പറയുന്ന കാര്യം അവർ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ കിട്ടുന്ന സാധനം വളരെ ചെറുതാണെങ്കിലും അത് എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഫ്യൂച്ചർ യൂസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലെ, അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് സാധനം കിട്ടിയാൽ തന്നെ അവർ അച്ഛനും മക്കളും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഉറുമ്പിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കവയിത്രി ഇവിടെ എന്താ പറയുക ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ്, നമ്മുടെ മനുഷ്യർ ഉറുമ്പിൽ നിന്ന് എന്തൊക്കെ അഡോപ്റ്റ് ചെയ്യണം, എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വംശം എന്ന് പറയുന്ന പാഠത്തിലൂടെ കവയിത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ പാഠം മനസ്സിലായി എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ആ പാഠം മനസ്സിലായോ ഇല്ലേ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സജഷൻസ് ഇടുക. ഏതൊക്കെ പാഠമാണ് പാടുള്ളത് അത് എടുത്തു തരണം. എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഇടാൻ, നമുക്ക് അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. സോ നമ്മുടെ ചാനൽ ഇതിന് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു.